BJP സർക്കാരല്ല, വേറെ ഏതോ അന്യഗ്രഹ ജീവികൾ നമ്മുടെ കന്യാസ്ത്രീകളെ അന്യായമായി പിടികൂടി മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് തുറങ്കിലടച്ചപ്പോൾ ഓടിച്ചെന്ന് രക്ഷകരായ BJPയുടെ നിഷ്കളങ്കമായ ക്രൈസ്തവ സ്നേഹം വർണ്ണിക്കുന്ന രീതിയിൽ വാർത്തകൾ വളച്ചൊടിക്കുന്ന മറുനാടൻ്റെ ഈ വായന കേൾക്ക്. 30 ദിവസം അവർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നതുപോലും നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. അവർക്ക് 3-ാം ദിവസം അവർ പുറത്തിറങ്ങേണ്ടതായിരുന്നു. ആശയക്കുഴപ്പം സൃഷ്ടിച്ചത് ആരാണ്? തീർച്ചയായും ഛത്തീസ്ഗഡ് സർക്കാരിനും ഛത്തീസ്ഗഡ് പോലീസിനും ഒരു റോളുണ്ട് ആശയക്കുഴപ്പം സൃഷ്ടിച്ചതിൽ. ഛത്തീസ്ഗഡ് BJP സർക്കാർ ആകെ ചെയ്തത് ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുക മാത്രമാണ് കേട്ടോ. അതും അവർ ചെയ്തു എന്നല്ല, അവർക്കൊരു റോളുണ്ട്, വേറെ ആർക്കൊക്കെയോ റോളും ഉണ്ടെന്ന്, അത്രേ കാര്യമുള്ളൂ, നിസ്സാരം. എന്നാൽ ഇപ്പോൾ അവർ പുറത്തിറങ്ങിയിരിക്കുന്നത് കേരളത്തിലെ BJP നേതൃത്വത്തിൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഒരിക്കലും ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. 10 വർഷത്തിലധികം തടവ് കിട്ടുന്ന മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവുമാണ് അവരുടെ മേൽ ചുമത്തപ്പെട്ടത്. അത് NIA അന്വേഷിക്കണമെന്ന് പറഞ്ഞതോടെ അതിൻ്റെ വ്യാപ്തി കൂടി. എന്നെ അന്വേഷിക്കുന്ന കേസുകൾ UAPA ചുമത്താം. ഉടനെ എങ്ങും അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. UAPA പോലും ചുമത്തപ്പെടാമായിരുന്നു. 10 വർഷത്തിലേറെ കടുത്ത ശിക്ഷ കിട്ടാവുന്ന വളരെ ഗുരുതരമായ തെറ്റ്, മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും എന്ന കുറ്റമാണ് ആരോപിക്കപ്പെട്ടത്. അത് ആരോപിച്ചു? ഈ അന്യഗ്രഹ ജീവികൾ. നോക്കണേ, അന്യഗ്രഹ ജീവികളുടെ ഒരു ഉപദ്രവം, ക്ഷുദ്രപ്രവൃത്തി രക്ഷിച്ചതോ BJP. മുറിനാട് കുറ്റവാളികളാണ് എന്ന രീതിയിൽ, എന്നിട്ടും കുറ്റവാളികളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയെന്ന രീതിയിൽ എത്ര തന്ത്രപരമായാണ് അവതരിപ്പിക്കുന്നത്. കേരള BJPയുടെ ശക്തമായ ഇടപെടൽ വഴി മാത്രമാണ് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഒരിക്കലും പുറത്തു വരുമായിരുന്നില്ലെന്ന്, അല്ലേ? അതുകൊണ്ട് എല്ലാവരും BJPയിൽ ചേരണം, BJPയെ ഭരണത്തിൽ എത്തിക്കണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വേണം അവർക്ക് പതിവ് കലാപരിപാടികൾ, അക്രമവും ജയിലിലടക്കലും സ്ഥിരം നടപടികൾ തുടരാൻ. നിനക്ക് ഈ വാർത്ത നിർത്തി ചാനലും പൂട്ടി ഒന്ന് പോയിക്കൂടെ മുറിനാട?